കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ രാജ് അവിടെ നിന്ന് ചേരുന്നു. അർജുൻ, വലിയ അതിശക്തമായുള്ള സമരം എന്ന നിലക്കാണല്ലോ അതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ കാണുന്നത്. CPM-ഉം CPI-യും മാത്രമല്ല മറ്റ് ഘടകകക്ഷികളും പങ്കെടുക്കുന്നുണ്ട്. അവരുടെ വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കളും മറ്റുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എത്രത്തോളം ശക്തമായിരിക്കും സമരം? എപ്പോഴാണ് ആരംഭിക്കുക? എല്ലാവരും എത്തിയോ? സനീഷ്, കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരായിട്ടുള്ള LDF-ന്റെ സമരം തുടങ്ങുകയാണ്. 10 മണി തൊട്ട് 5 മണി വരെയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹ സമരം ഇരിക്കുക. മുഖ്യമന്ത്രിയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ ഡൽഹിയിൽ ഇതിന് സമാനമായിട്ടുള്ള സമരം മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിനുശേഷം കേരളത്തിൽ ഈ സർക്കാരിന്റെ, അതായത് 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നടക്കുന്ന LDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായി തന്നെ ഇതിനെ കാണേണ്ടി വരും. 10 മണി തൊട്ട് 5 മണി വരെ മുഖ്യമന്ത്രി ഈ സമരത്തിന് നേതൃത്വം നൽകി സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് തന്നെയേറെ ശ്രദ്ധേയമാണ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണന എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉപരോധം സംസ്ഥാനത്തോട് ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. ഏറ്റവും ഒടുവിൽ ഈ സാമ്പത്തിക വർഷത്തെ 6000 കോടി രൂപയടക്കം വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാനത്തോട് സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്രം കാണിക്കുന്നതെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ ഈ കടമെടുപ്പ് പരിധിയിൽ നിന്ന് സംസ്ഥാനത്തിനായി ഏതാണ്ട് 18,000 കോടി രൂപ ഈ വർഷം തന്നെ വെട്ടിക്കുറച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി 6,000 കോടി രൂപ കടമെടുത്തത് അതും ഈ പറഞ്ഞ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര വിഹിതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്, ഏറ്റവും കുറവ് ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സത്യാഗ്രഹ സമരം. ഈ സമരം ആരംഭിച്ചിട്ടുണ്ട്. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. സനീഷ്, TP രാമകൃഷ്ണൻ ഇപ്പോൾ സംസാരിക്കാൻ അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സമര പരിപാടികൾ അവിടെ നടക്കുന്നത്. മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ, CPM-ന്റെയും CPI-യുടെയും മറ്റുമൊക്കെ നേതാക്കൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരപരിപാടി എന്ന നിലക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെ കാണുന്നത്.